ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസ പ്രഖ്യാപനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ളതായ വാക്യങ്ങൾ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. എന്തിനാ ദൈവമേ നീ എന്നെ അന്വേഷിച്ചു വരുന്നത്? ഒന്ന്, ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത്. ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യനായ തോമസിനെ അന്വേഷിച്ചു വരികയാണ്. എന്തിനാണ് അന്വേഷിച്ചു വരുന്നത്? ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ലളിതമായ ഒരു ചിന്ത വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ഒരു വിശ്വാസിയെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. ആര് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവം, ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തതായ ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു തോമസിനെ അന്വേഷിച്ചു വന്നത് തനിക്ക് ഈ തോമസിനെയും കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. തൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ വേണ്ടി ദൈവത്തിന് ഉപയോഗമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ വ്യക്തിയുടെ സാധ്യതകളെ കാണുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിയിൽ മറഞ്ഞിരിക്കുന്നതായ സാധ്യതകളെ കണ്ടുകൊണ്ട് ആ വ്യക്തിയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് നമ്മളെയും കൊണ്ട് ഉപയോഗമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ്. തോമസിനെ അന്വേഷിച്ചു വരുന്ന കർത്താവ് ഒന്നാമതായി പറയുന്നു, ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ആദാമേ നീ എവിടെ? അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ ശബ്ദം. 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, കയീനേ നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ ശബ്ദം. ഇവിടെയെല്ലാം അന്വേഷിച്ചു വരുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. രണ്ടാമതായിട്ട് എന്തിനാ ദൈവം അന്വേഷിച്ചു വരുന്നത്? ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത്. വ്യവസ്ഥ കൂടാതെയുള്ള സ്നേഹം, ആഴമായ ആത്മാർത്ഥമായ സ്നേഹമുള്ളത് കൊണ്ടാണ് ദൈവം അന്വേഷിച്ചു വരുന്നത്. ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ജീവനെ സ്നേഹത്തിൻ്റെ ബലിയായി നൽകി, അതാണ് കുരിശ് എന്ന് പറയുന്നത്. ജീവനെ സ്നേഹത്തിൻ്റെ ബലിയായി നൽകി, അതാണ് കുരിശ് എന്ന് പറയുന്നത്. ദൈവം നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. ഒരു ഇടയന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, ഒന്ന് നഷ്ടപ്പെട്ടു പോയി. അന്വേഷിച്ചു പോകുന്ന ഇടയൻ കണ്ടുകിട്ടിയപ്പോൾ വലിയ സന്തോഷം നിറഞ്ഞ അവസ്ഥ. എന്താണ് ഇടയൻ്റെ പ്രത്യേകത? ലാഭമല്ല വലുത്, സ്നേഹമാണ് വലുത് എന്നുള്ളതാണ്. ലാഭമല്ല വലുത്, സ്നേഹമാണ് വലുത് എന്ന് പഠിപ്പിക്കുന്നതായ ഇടയനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു സ്ത്രീക്ക് 10 ദിരഹ്മയുണ്ടായിരുന്നു, ഒന്ന് നഷ്ടപ്പെട്ടു പോയി. ഭവനം മുഴുവൻ അന്വേഷിക്കുന്നു, അത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷമുള്ള അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഒന്നിനെ അന്വേഷിക്കുമ്പോൾ കണ്ടുകിട്ടുമ്പോൾ സന്തോഷം. പിതാവിന് 2 പുത്രന്മാർ, ഇളയ മകൻ എല്ലാ സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി, എല്ലാം നഷ്ടപ്പെടുത്തി മടങ്ങി വന്നപ്പോൾ വാരിപ്പുണർന്ന് സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം എത്ര ശ്രേഷ്ഠമാണ്. ദൈവം കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല എന്നുള്ളതാണ്. ദൈവം കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല എന്നുള്ളതാണ്. ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത്. തൻ്റെ ശിഷ്യനായ തോമസിനെ ആഴമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയ വിശ്വാസി, നമ്മളെ ആഴമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ നമ്മളെ എല്ലാവരാലും വെറുക്കപ്പെട്ടാലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടാലും
നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ആവശ്യമുള്ളതായ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. തോമസ് അപ്പോസ്തലൻ്റെ പക്കൽ എന്തുണ്ടായിരുന്നു തിരിച്ചു കൊടുക്കാൻ? വിശ്വാസ ദൃഢതയും സമ്പൂർണമായ സമർപ്പണവും. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്, സമ്പൂർണമായ സമർപ്പണമാണ്. വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവയെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ് കർത്താവിൻ്റെ കരങ്ങളിൽ. നമ്മുടെ ജീവിതം ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവത്തിന് നമ്മുടെ കഴിവല്ല ആവശ്യം, ദൈവത്തിന് നമ്മുടെ സമർപ്പണമാണ് ആവശ്യം. സമർപ്പണത്തെ മാനിക്കുന്നതായ ഒരു ദൈവമുണ്ട്. നമ്മൾ എത്ര കഴിവ് കുറഞ്ഞവരാണെങ്കിലും നമുക്ക് കഴിവുകൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവം മതിയായവനാണ്. ഈ വചനം കേൾക്കുന്ന വിശ്വാസി ഏത് പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ദൈവവചനം പറയുന്നു, നമ്മുടെ സമർപ്പണത്തെ മാനിക്കുന്നതായ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സമർപ്പണത്തെ മാനിക്കുന്നതായ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. അവസാനമായി സാക്ഷ്യമുള്ള ജീവിതം, സാക്ഷ്യമുള്ളതായ ജീവിതം. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സാക്ഷ്യമുള്ളതായ ജീവിതം നയിച്ചു എന്നുള്ളതാണ്. തോമസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രഘോഷിച്ചതായ വ്യക്തിയായ തോമസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സഭയുടെ ചരിത്രത്തിൽ തോമസിൻ്റെ സ്ഥാനം വലുതാണ് എന്നുള്ളതാണ്. യേശുവിനെ അറിയിക്കുന്നതിൽ, യേശുവിനെ പ്രഘോഷിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തി അതിനു വേണ്ടി ജീവിക്കുവാൻ, അതിനുവേണ്ടി സമർപ്പിക്കുവാൻ തന്നെ വിട്ടുകൊടുത്തതായ തോമസിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയ വിശ്വാസി, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. ദൈവം നമ്മളെ ആഴമായ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. മടക്കിക്കൊടുക്കുവാൻ എന്തുണ്ട്? വിശ്വാസ ദൃഢതയും സമ്പൂർണ്ണമായ സമർപ്പണവും സാക്ഷ്യമുള്ളതായ ജീവിതവും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും വാഴ്വുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.